ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ജൂലൈ സെഷൻ്റെ ഇഗ്നു അഡ്മിഷനും റീഡിസേഷനും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. അതും എല്ലാ പ്രോഗ്രാമിനൊന്നും എക്സ്റ്റെൻഡ് ആക്കിയിട്ടില്ല. ആദ്യം അഡ്മിഷൻ്റെ കേസ് പറയാം. നമുക്ക് സെപ്റ്റംബർ 30 വരെയാണ് ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമായിട്ടുള്ള BCA, MCA, MCOM, MBA അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും അഡ്മിഷൻ ഇല്ല. അതൊക്കെ ഓഗസ്റ്റ് 31 ക്ലോസ് ആയിട്ടുണ്ട്. ഇനി അതിനാർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ 2025 ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഡിസംബറിലൊക്കെ തുടങ്ങും. ബാക്കി ഇയർ വൈസ് പ്രോഗ്രാം ആയിട്ടുള്ള BA, MA, BCom, MSc പ്രോഗ്രാമിനൊക്കെയാണ് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സെപ്റ്റംബർ 30 വരെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി റീഡിസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ റീഡിസേഷൻ സെപ്റ്റംബർ 10 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇനി നിങ്ങൾക്ക് MBAക്കോ അല്ലെങ്കിൽ MBAക്ക്, BCAക്ക്, MCAക്ക് ഒന്നും റീഡിസേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം സെമസ്റ്റർ വൈസ് ആണ് അത് റീഡിസേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഇയർ വൈസ് പ്രോഗ്രാമായിട്ടുള്ള BAക്കും MCOMനും BCOMനൊക്കെ MAക്കൊക്കെ ഇപ്പോൾ റീഡിസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30 തന്നെയാണ്. പക്ഷേ ലേറ്റ് ഫീ അപ്ലിക്കബിൾ ആണ്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇയർ വൈസ് പ്രോഗ്രാമിന് ഇപ്പോൾ റീഡിസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൻ്റെയും അതുപോലെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ അഡ്മിഷനും റീഡിസേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ മാത്രമാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. കാരണം ഇനി ഒരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിക്കേണ്ട. റീഡിസേഷൻ ആണെങ്കിലും ലേറ്റ് ഫീയോട് കൂടിയിട്ടാണ് പോകുന്നത്. അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും സെമസ്റ്റർ വൈസിൻ്റെ ക്ലോസ് ചെയ്തു. സോ ഉടൻ തന്നെ ഇയർ വൈസിൻ്റെയും ക്ലോസ് ചെയ്യും. ഓക്കെ.